എന്താണ് മൈക്രോ ഇൻവെർട്ടർ? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതൊരു ചെറിയ ഇൻവെർട്ടർ എന്നാണ്. ഇതിലെ പ്രയോജനം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ സാധാരണ ഇൻവെർട്ടറിൻ്റെ പോരായ്മകൾ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണ ഇൻവെർട്ടറുകൾ, പാനലുകൾ സീരീസായി മാത്രമേ അതിൽ കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇങ്ങനെ സീരീസായി കണക്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നം, ഏതെങ്കിലും ഒരു പാനലിൽ ഷാഡോ വീണ് കഴിഞ്ഞാൽ അതിലുള്ള മൊത്തത്തിലുള്ള പാനലുകൾക്ക് അതിൻ്റെ എഫിഷ്യൻസി കുറയും. ഉദാഹരണത്തിന് 10 പാനലുകൾ സീരീസ് കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഷാഡോ ഇല്ലാത്ത സമയത്ത് നമുക്കൊരു 16 യൂണിറ്റ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പാനലിൽ ഷാഡോ വീണ് കഴിഞ്ഞാൽ അപ്പോൾ കിട്ടുന്നത് 5-6 യൂണിറ്റ് മാത്രമായിരിക്കും. അതായത് ഏകദേശം ഒരു 10 യൂണിറ്റോളം നമുക്ക് കുറവ് വരും. അതാണ് സീരീസായി കണക്ട് ചെയ്തിരിക്കുന്ന അതിൽ ഏതെങ്കിലും ഒരു പാനലിൽ ഷാഡോ വീണാലുള്ള ഒരു പ്രശ്നം. അതുകൊണ്ട് ഷാഡോ ഉള്ള ഏരിയകളിൽ സാധാരണ ഇൻവെർട്ടറിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അത് പരിഹരിക്കുന്നതിന് നമ്മൾ സാധാരണ മൈക്രോ ഇൻവെർട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. മൈക്രോ ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ചെറിയ ഇൻവെർട്ടറാണെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് സാധാരണ ഒരു നോട്ട്ബുക്കിൻ്റെ തിക്നെസ്സും ഏകദേശം അത്രയും വലിപ്പം മാത്രമാണ് സാധാരണഗതിയിൽ വരുന്നത്. ഇത് ഓരോ പാനലിൻ്റെയും പുറകിൽ വെച്ച് കണക്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നത് മുഖാന്തരം പാനലിൻ്റെ പുറകിൽ വെച്ച് തന്നെ DC വൈദ്യുതിയെ AC വൈദ്യുതിയാക്കി മാറ്റുന്നു. ഇങ്ങനെ AC വൈദ്യുതി നമുക്ക് കിട്ടുന്നതിനാൽ അടുത്തടുത്ത പാനലുകളുടെ മൈക്രോ ഇൻവെർട്ടറുകൾ തമ്മിൽ പാരലായിട്ട് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിപ്പോൾ വ്യത്യാസം കണ്ടു. സാധാരണ ഇൻവെർട്ടറും മൈക്രോ ഇൻവെർട്ടറും തമ്മിലൊരു വ്യത്യാസം, സാധാരണ ഇൻവെർട്ടറിൽ പാനലുകൾ സീരീസായിട്ട് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഷാഡോ വീഴുമ്പോൾ എഫിഷ്യൻസി കുറയും. എന്നാൽ മൈക്രോ ഇൻവെർട്ടറിൽ പാരലൽ കണക്ഷൻ മൂലം ഏതെങ്കിലും ഒരു പാനലിൽ ഷാഡോ വീണാലും അധികം എഫിഷ്യൻസി കുറയുന്നില്ല. ഇനി മറ്റൊരു അഡ്വാൻറ്റേജിലേക്ക് വരാം. ഈ മൈക്രോ ഇൻവെർട്ടറിന് എഫിഷ്യൻസി കൂടുതലാണ്. അതുമാത്രമല്ല, മൈക്രോ ഇൻവെർട്ടറിൻ്റെ ഓരോ പാനലിൽ നിന്നും എത്രമാത്രം ഔട്ട്പുട്ട് കിട്ടുന്നുവെന്ന് നമുക്ക് വൈഫൈ ഡോങ്കിളിലൂടെ നമ്മുടെ മൊബൈലിലൂടെയൊക്കെ നമുക്കറിയാൻ സാധിക്കും. ഇനിയും അതിൻ്റെ വിലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റിനെ അപേക്ഷിച്ച് ഒരു 30% വില കൂടുതലായിരിക്കും. 3 കിലോ വാട്ട് സോളാർ പ്ലാന്റിന് ഓൺ ഗ്രിഡിന് ഏകദേശം 2.25 ലക്ഷം രൂപ വരുന്നുവെങ്കിൽ ഒരു മൈക്രോ ഇൻവെർട്ടർ വെച്ചിട്ടുള്ള 3 കിലോ വാട്ട് പ്ലാന്റിന് ഏകദേശം 3 ലക്ഷം രൂപയോളം വില വരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് എൻഫേസ് എന്ന കമ്പനിയുടെ മൈക്രോ ഇൻവെർട്ടറുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ പല കമ്പനികളുടെ മൈക്രോ ഇൻവെർട്ടറുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാകുന്നു. ഇൻവെർട്ടറുകൾക്ക് ഉയർന്ന വാറണ്ടി ലഭിക്കുന്നു. 15 വർഷമോ 20 വർഷമോ ഉള്ള വാറണ്ടിയൊക്കെ അതിന് ലഭ്യമാണ്. ഇനിയും ഓരോ പാനലിൽ നിന്നുള്ള ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ ഒരു മോഡത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇത് KCBയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സാധാരണ ഇൻവെർട്ടറിനെ അപേക്ഷിച്ച് സേഫ്റ്റി കൂടുതലായിട്ട് നൽകുന്നു. സാധാരണഗതിയിൽ ഒരു ഓൺ ഗ്രിഡ് സോളാറിൽ പാനൽ മുതൽ ഇൻവെർട്ടർ വരെ ഒരു 3 മീറ്ററോ 5 മീറ്ററോ കേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിലൂടെ വരുന്ന DC വൈദ്യുതിയാണ്. ഉയർന്ന വോൾട്ടേജും ഉയർന്ന ആംബിയറും ഉള്ളതിനാൽ എവിടെയെങ്കിലും ചെറിയൊരു ലൂസ് കോണ്ടാക്റ്റ് വന്നാൽ മതി അതിൽ നിന്ന് കത്താനായിട്ട്. അതുകൊണ്ട് വിദേശ രാജ്യങ്ങൾ, ചില US UK പോലുള്ള രാജ്യങ്ങളിൽ അങ്ങനെയുള്ള സാധാരണ നോർമൽ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ അനുവദിക്കുന്നില്ല. കാരണം പല സ്ഥലങ്ങളിലും ഇതേപോലെ കത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഈ കാര്യത്തോട് ബന്ധത്തിൽ വളരെ സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ പ്രയോജനകരമാണ്. ഇനി വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ സാധാരണഗതിയിൽ മൈക്രോ ഇൻവെർട്ടർ തിരഞ്ഞെടുക്കുന്നു. ഇനി 2023 മുതൽ നമുക്ക് ഈ മൈക്രോ ഇൻവെർട്ടറിൽ AC ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഹൈബ്രിഡ് ഇൻവെർട്ടർ ആക്കാനും സാധിക്കും. ഇതിനെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പാനലുകൾ കൂട്ടി അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒരു ഓൺ ഗ്രിഡ് സോളാർ 3 കിലോ വാട്ടിൻ്റെയാണ് ഇരിക്കുന്നത്. അതൊരു 5 കിലോ വാട്ട് ആക്കണമെങ്കിൽ ഒരു 2 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടർ വേറെ വാങ്ങണം, അല്ലെങ്കിൽ 5 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടർ വാങ്ങിച്ചിട്ട് വേണം അത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ചിലവ് കൂടുന്നു. എന്നാൽ ഇതങ്ങനെയല്ല. നമുക്ക് ഇതിനോടൊപ്പം തന്നെ മൈക്രോ ഇൻവെർട്ടർ വാങ്ങി കണക്ട് ചെയ്യാൻ സാധിക്കും, അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ഓൺ ഗ്രിഡ് സോളാർ അപ്ഗ്രേഡ് ചെയ്യുന്നതിനേക്കാളും ചിലവ് കുറവായിരിക്കും ഒരു മൈക്രോ ഇൻവെർട്ടർ വെച്ചിരിക്കുന്ന സോളാർ പ്ലാന്റ് അപ്ഗ്രേഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള പരിശീലനം കൊടുക്കുന്നു. അതുകൂടാതെ പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ നിർദ്ദേശങ്ങളും വീഡിയോകളിലൂടെ ലഭ്യമാക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും
നന്ദി പറയുന്നു.